രക്ഷാപ്രവർത്തനം ഒരു ദിവസം കൂടി പിന്നോടിക്കുകയാണ്. ഇപ്പോഴും ബേലിപ്പാല നിർമ്മാണം പുരോഗമിക്കുകയാണ്. എന്താണ് ഈ ദിവസം ഒരു രാത്രി കൂടി ആകാൻ പോവുകയാണ്. ഇപ്പോഴെങ്ങനെയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ അവസ്ഥ? ഇന്ന് നമ്മൾ രക്ഷാപ്രവർത്തന രംഗത്ത് ഇതുവരെ നടത്തിയതിൽ ഏറ്റവും വലിയ നമ്പർ ടീമിനെ വെച്ചുകൊണ്ടാണ് ഇന്ന് രക്ഷാപ്രവർത്തന ദൌത്യത്തിന് നേതൃത്വം നൽകിയത്. രാവിലെ നമുക്ക് പ്രതീക്ഷകളുണ്ടായിരുന്ന കുറെ സ്ഥലങ്ങളുണ്ടായിരുന്നു. വനറാണി എന്ന് പറയുന്ന റിസോർട്ട്, അവിടെയുള്ള മുഴുവൻ ആളുകളെയും നമുക്ക് രക്ഷപ്പെടുത്തി വരാനായി. അതുപോലെ തന്നെ ഒരു മസ്ജിദിനകത്ത് ഉസ്താദും 10 പേരും അടങ്ങിയിരിക്കുന്ന ഒരു സംഘം അവർ നേരിട്ട് വിളിച്ച് നമ്മളോട് നിർദ്ദേശം തന്നിരുന്നു. അവരെയും നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായി. അതിനിടയിൽ ഒറ്റപ്പെട്ടതായി വന്നിരിക്കുന്ന ഒരുപാട് പേരുകളെ ജീവനോടെയും നമുക്ക് ലഭ്യമായി. ഈ ലയങ്ങളിൽ ഉള്ളവരും അതുപോലെ തന്നെ ചായത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്നവരുമായിട്ടുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ഒരു സംഘത്തെയും നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാനായി എന്നുള്ളത് ഒരു ഗുണകരമായ കാര്യമാണ്. എന്നാൽ നമുക്ക് അകത്തേക്ക് വലിയ യന്ത്രസാമഗ്രികൾ കൊണ്ടുവരാനുള്ളൊരു തടസ്സം നേരിട്ടിരുന്നു. നമ്മുടെ ബെയിലി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നാളേക്ക് അത് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് ഭാഗ്യത്തിന് വെള്ളം ഒന്ന് കുറഞ്ഞൊരു നേരം നോക്കി നമുക്ക് 5 ഹിറ്റാച്ചുകൾ അകത്തേക്ക് കടത്താൻ പറ്റിയിട്ടുണ്ട്. ഇതിലെയും പിന്നെ ഒരു കാടിന്റെ വഴിയിലൂടെ ആ ഹിറ്റാച്ചുകൾ വെച്ച് നേരെ താഴത്തോട്ട് പോയ വീടുകളുടെ മേൽക്കൂര ഉയർത്തി നോക്കി അതിലേക്ക് ആളുകളെ കടത്തിവിടുക എന്ന് പറയുന്ന പ്രവർത്തനം ഏറെക്കുറെ നടന്നു പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പുറത്ത് പല തരങ്ങളിലുള്ള എല്ലാ ആളുകളെയും, അതായത് ഇനിയും അപകടമില്ല എന്ന് കരുതിയിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ പരമാവധി ഈ മേഖലയിൽ നിന്നല്ല, ഈ മേഖലയുടെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇടുകയാണ്. ഇന്നലെ വൈകുന്നേരം നമ്മളെല്ലാം ഇവിടെയുള്ള നേരത്ത് 2:30 ആ നേരത്താണ് മൂന്നാമതും ഒരു ഉരുൾപൊട്ടലിന്റെ സാന്നിധ്യം നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഹൈലി വർണബിളായിട്ട് ഈ പ്രദേശത്ത് പൊതുവെ അറിയപ്പെടേണ്ടി വരും എന്നുള്ളതുകൊണ്ട് വളരെ കർശനമായിട്ട് ആ നടപടികൾ കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് ആളുകളെ പരമാവധി ഒഴിപ്പിക്കുക എന്നുള്ള നടപടികൾ ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ നേരത്തെയും നടപടിക്രമങ്ങൾ തുടരും. ഇന്ന് രാത്രി കുറച്ചുകൂടി ഇരുട്ടാകുന്നത് വരെ തുടരാൻ സ്കലൈറ്റുകളുടെ സഹായത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൊതുപ്രവർത്തകരും പ്രാദേശികമായി അറിയാവുന്നവരുമായ ആളുകളുടെ നല്ല സഹകരണം, അവരുടെ കൂട്ടായ ഇടപെടൽ ഈ കാര്യത്തിൽ നടത്താൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളതും ഇപ്പോഴത്തെ ഘട്ടത്തിൽ ആശ്വാസജനകമായ കാര്യമാണ്. പക്ഷെ നാം വിചാരിക്കുന്നതിലും വലിയ ദുരന്തമായി നമ്മൾ കരുതിയിരിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെയുള്ള സ്നേഹം കൊണ്ടാകും ഇത്ര വരില്ല എന്ന് ഓരോ ഘട്ടത്തിലും നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ പല ഘട്ടത്തിലും കണക്കുകൾ മറികടന്ന് പോവുകയാണെന്നുള്ള പ്രയാസമുണ്ട്. ഇനി നമ്മുടെ മുമ്പിലെ പ്രധാനപ്പെട്ട ദൌത്യം യഥാർത്ഥത്തിൽ എത്ര പേർ മിസ്സിംഗ് ഉണ്ട് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. മിസ്സിങ്ങിന്റെ കണക്കുകൾ പലപ്പോഴും കൃത്യമല്ല. കാരണം കണ്ടവരിൽ, പരാതി പറഞ്ഞവരിൽ ചിലർ തിരിച്ചു വന്നിട്ട് കാണും, ചിലർ മരിച്ചിട്ടുണ്ടാകും, ചിലർ ആശുപത്രിയിൽ പോയിട്ടുണ്ടാകും, ചിലർ ബന്ധുവീടുകളിൽ അഭയം തേടിയിട്ടുണ്ടാകും, ചിലപ്പോൾ അറിഞ്ഞിട്ട് നമുക്ക് വിവരം കിട്ടാത്തതുണ്ടാകും. ഇതുകൂടി വെച്ചുകൊണ്ട് റേഷൻ കാർഡ് ഉൾപ്പെടെ എടുത്ത് അതിനുള്ള അംഗങ്ങളെ വെച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ പരിശോധനയ്ക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. അതുകൂടി വെച്ചുകൊണ്ട് നാളത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക യോഗവും സർവകക്ഷി യോഗവും നമുക്ക് ആ കാര്യത്തിൽ ഗുണകരമായ വിധത്തിൽ മുന്നോട്ട് പോകാൻ അവസരമുണ്ടാക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. എല്ലാവരുടെയും സഹായം നമുക്ക് ലഭ്യമാകുന്ന ഒരു ഘട്ടമാണ്. അകമഴിഞ്ഞ സഹായം രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ചേർന്ന് നൽകുന്നുണ്ട്. മലയാളിയുടെ സ്നേഹം പ്രകടമാണ്. ആളുകളോടുള്ള അഭ്യർത്ഥന, വല്ലാതെ വാഹനങ്ങൾ ഇതിനുള്ളിലേക്ക് കൊണ്ടുവരരുത്. അത് ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞാണ് കൂടുതൽ വാഹനങ്ങൾ വരുന്നത്. ഭക്ഷണം കൊണ്ടുവരുന്നത് നമ്മളിപ്പോ അതിനകത്ത് തീരുമാനിച്ചിട്ടുള്ളൊരു ക്രമീകരണം, ഇതിന്റെ കുറച്ചൊരു അപ്പുറത്ത് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പ്രത്യേക കൗണ്ടർ, ഒരു പോയിന്റ് നമ്മളിപ്പോൾ നാളെ മുതൽ ക്രമീകരിക്കുകയാണ്. ഔദ്യോഗികമായി ഇവിടെ കൊടുക്കേണ്ട ഭക്ഷണം പൂർണ്ണമായിട്ടും പോളിടെക്നിക്ക് കേന്ദ്രീകരിച്ച് ഉണ്ടാക്കുന്നുണ്ട്. അതിനു പുറമെ മനുഷ്യസ്നേഹികളായ ഒരുപാട് പേർ അവരുടെ സംഭാവനകളായി കൊണ്ടുവരുന്ന ഭക്ഷണ പൊതികളുണ്ട്. അതെല്ലാം ആ പുറത്തുള്ള കൗണ്ടറിൽ നേരിട്ട് ഏറ്റുവാങ്ങി ഒറ്റ വാഹനത്തിൽ അതിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കൊടുക്കുകയും ആകാം, ഈ പ്രശ്നം പരിഹരിക്കാനും പറ്റും. അല്ലെങ്കിൽ കുറച്ച് പൊതികൾ ഉൾപ്പെടെ അതൊക്കെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നുള്ള സ്നേഹമാണ്, കുറ്റമല്ല. ഇത് കാണാൻ തങ്ങളെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എന്നറിയാനൊക്കെ ആളുകൾ വരുന്നുണ്ട്. നാളെ എന്ന ക്രൂഷ്യൽ ഒരു ഘട്ടത്തിൽ ഒന്നുകൂടി ക്രമീകരിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ സഹായമായിരിക്കും. ആ വിധത്തിൽ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക, വാഹനങ്ങൾ 2 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറ്റാതിരിക്കുക, ഏതെങ്കിലും വിധത്തിൽ കയറ്റേണ്ടി വന്നാൽ അപ്പം തന്നെ തിരിച്ചു പോകാനുള്ള സൗകര്യം ഒരുക്കുക. ആംബുലൻസുകൾ കടന്നു പോകാൻ പലപ്പോഴും ഇതൊരു തടസ്സമായിട്ട് നിൽക്കുന്ന വിശേഷമുണ്ട്. അതിൽ സർക്കാർ വാഹനങ്ങളുമുണ്ട്, അവരോട് ഞങ്ങൾ കർശനമായി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ വന്നാൽ അതിനടി ഒഴിവാക്കണം. 2 വഴിയിലും പാർക്ക് ചെയ്യും. നാളെ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഒരു വഴിയിൽ മാക്സിമം പാർക്ക് ചെയ്യാം. അതല്ലാതെ
സാധ്യമല്ല എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ ബേലിപ്പാലം നാളെ പൂർത്തിയായാൽ കുറച്ചുകൂടി വേഗത്തിലാവുമല്ലേ രക്ഷ? ബേലിപ്പാലം ആയിക്കഴിഞ്ഞാൽ കൂടുതൽ വാഹനങ്ങൾ, കൂടുതൽ ബന്ധുക്കൾ, കൂടുതൽ സുഹൃത്തുക്കൾ, നമുക്ക് വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള ആളെ കൊണ്ടുപോകാൻ ഇതെല്ലാം സാധ്യമാകും. അപ്പം അതുകൊണ്ട് അത് പെട്ടെന്ന് തീരാൻ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടുണ്ട്. ഇവിടെ തന്നെ ക്യാമ്പിയാണ് ഋഷിയുടെ നേതൃത്വത്തിലുള്ള ലെഫ്റ്റനന്റ് കമാൻഡറുടെ നേതൃത്വത്തിലുള്ള 131 പേർ, അതിനു പുറമെ 100ഓളം പേർ ബാംഗ്ലൂർ ക്യാമ്പസിൽ നിന്ന് അവരുടെ ക്യാമ്പിയാണ് ഈ പ്രവർത്തനം. റവന്യൂ മന്ത്രി കെ രാജനാണ് സംസാരിച്ചത്. ഇനിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഏത് തരത്തിൽ ഏകോപിപ്പിക്കും എന്നത് സംബന്ധിച്ചുള്ള യോഗങ്ങൾ നടക്കുന്നു. നാളെ സർവകക്ഷി യോഗം നടക്കുന്നു. അത്യന്തം അതീവ ദുഷ്കരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൂടി കടക്കുകയാണ്. കാരണം അത്രയധികം മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ പുതഞ്ഞുപോയൊരു സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് സേനാ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ച് രാത്രിയിലും തെരച്ചിൽ നടക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയടക്കം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. പാലത്തിന്റെ പണി പൂർത്തിയാകുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഏതായാലും 9